രസം വയ്ക്കാം. വെച്ചാലോ? ആ വെക്കാം. എങ്ങനെ വയ്ക്കുന്നത്? തക്കാളിപ്പഴം ചെറുതായിട്ട് അരിയുക, എന്നിട്ട് കുക്കറിനകത്ത് ഇടുക, എന്നിട്ടോ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ കല്ല് വെച്ച് ചതയ്ക്കുക, ചതച്ച് അതിനകത്ത് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വേവിക്കുമോ? ഞാൻ ഓരോന്ന് പറയട്ടെ. എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും എന്നാ വെള്ളം ഒഴി. അത് പറയുന്നത് നമുക്ക് വേവിച്ച് വെള്ളം ഒഴിക്കുന്നൊക്കെ ചോദിച്ചു. വെള്ളം ഒഴിച്ച് ഇനി ഉപ്പിടാൻ പോവുക. ഉപ്പിട്ടില്ല, ഉപ്പിടാൻ പോകുന്നു. ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഞാനിട്ടാൽ മതിയോ? കേട്ടോ, ഞാനിട്ടാൽ മതിയെന്ന് ചെവിടുപ്പ്. ഈ പുളി ഇടുക. പുളി ഇട്ടിട്ട് അതൊന്ന് കലക്കുക. കലക്കിയിട്ട് അടയ്ക്കുക. വിസിൽ 2-3 വിസിൽ വരുമ്പോൾ നിർത്തും. ഉള്ളിയും മുളകും അരി വെച്ചത് ഇളക്കി കൊടുക്കുക. ഒരു പാത്രത്തിൽ ചൂട് പാഞ്ഞിട്ട് കൈ കൊണ്ട് ഞൂടുക. മുമ്പേ വേവിച്ചോ? വേവിച്ചത് വേവിച്ച് കുക്കറിനകത്ത് വെക്കുന്നതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെച്ച് ചൂട് പോയതിനു ശേഷം കൈ കൊണ്ട് ഞൂടുക. അതെല്ലാം പറഞ്ഞല്ലേ വേവിച്ചിട്ട്. ഇച്ചിരി ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇതാക്കില്ല. ഒരുപാട് മൂക്കൂടെ കടു മുതനേഷം കഴിയാപ്പിടിക്കും. ഇനിയെല്ലാം റെഡിയാക്കി രസത്തിനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കയ്യും കൊണ്ട് ഒന്ന് പിടിക്കണം. വീണ്ടും ബാക്കി ഭാഗം ഞരടണം. ഞരടി വീണ്ടും അതിന് സത്ത് കിട്ടും. പിന്നെ അതിനകത്ത് കുറച്ചൊക്കെ പോകും, അത് കുഴപ്പമില്ല. ഇനിയും വെള്ളം ഒഴിച്ച് പിഴിയണം. സത്ത് പോവണ്ടായ സത്ത് പിന്നെ കളയാൻ പറ്റിയ അതിൻ്റെ കൊണ്ട് സകലമാണ്. അപ്പോൾ ഈ 2-3 വെള്ളത്തിൽ 2 വെള്ളത്തിൽ ഞരടി പിഴിഞ്ഞ് ആദ്യത്തെ ചൂട് വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഞെടി പിഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ഞവണം. ഇത്രയും കൊണ്ടേ വരും. അല്ലെങ്കിൽ അതിൻ്റെ അതെല്ലാം ഞാൻ തിരിക്കും. മല്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 സ്പൂൺ അരയുണ്ട്, അരമുക്കാലുണ്ട്. മുളക് പൊടി, ഒരു ശക്കല മഞ്ഞപ്പൊടി, ഒരു പേരിന് വേണ്ടി ഉലുവ, ജീരകപ്പൊടിയോ? ജീരകപ്പൊടി പൊടിക്കില്ല. എനിക്ക് ജീരകം ഇട്ടാൽ മതി, തല്ലി ഇട്ടാൽ മതി. പിന്നെ കായപ്പൊടി, കുരുമുളക് കൊച്ചു സ്പൂണിന് 1 സ്പൂൺ. ഇനി ജീരപ്പൊടി ഇട്ട് ഇനിയിപ്പം ഒരു ചെറിയ തിള വന്നാൽ മതിയോ? ഇനി അത് കൊണ്ടുവന്ന് നോക്കാം. നോക്കാം ചേട്ടാ, നോക്ക്. ഇനി ഒരു ചെറിയ തിള വന്നാൽ മതിയോ? കുമ്പളയോ? പക്ഷേ ഈ രസത്തിന് നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ വെച്ച് നോക്കണം. എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ. ഉപ്പുണ്ടോ? തിളച്ചോ? അല്ല, പത വന്നോ? ഇല്ല, തിളയ്ക്കുന്ന പോലെ 2 കുമ്പള ഒരു മേലോട്ടൊന്ന് ഇളക്കി തിള വരുന്നു. നിർത്തുക. നിർത്തി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, രസം റെഡി.